ഏറെക്കാലത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സംസ്ഥാനത്തെ ദേശീയപാത വികസനത്തിന് തുടക്കമാകുന്നു. ദേശീയപാത വികസനം കേരളത്തിൽ അതിവേഗത്തിൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തനം തുടങ്ങുമ്പോൾ അനന്തമായ സാധ്യതകളാണ് വാതിൽ തുറക്കുന്നത്. ഒരിക്കലും നടപ്പാകില്ലെന്ന് പറഞ്ഞ കേന്ദ്രം പിൻവാങ്ങിയ പദ്ധതിയാണ് കൊച്ചി മംഗളൂരു ഗെയിൽ പൈപ്പ് ലൈൻ. വൈദ്യുതി വിതരണ രംഗത്ത് കേരളത്തിന് വൻ കുതിച്ചുചാട്ടത്തിന്റെ പ്രതീക്ഷ നൽകിയാണ് ഇടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമാവുന്നത്. ചരിത്രം കുറിച്ച് കുതിച്ചുപായുകയാണ് കൊച്ചി വാട്ടർ മെട്രോ. പരിശോധിക്കാം ഈ വാട്ടർ മെട്രോയുടെ വിജയഗാഥ. എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് മുറികളുള്ള സംസ്ഥാനമായി കേരളം മാറുന്നു. നിർമ്മാണം പൂർത്തിയാവുന്നതോടെ ഇത് കേരളത്തിലെ ഏറ്റവും നീളമേറിയ തുരങ്കപാതയായി തീരും. പദ്ധതി യാഥാർത്ഥ്യമായാൽ വയനാട്ടിലേക്കും മൈസൂർ, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലേക്കുമുള്ള യാത്ര കൂടുതൽ സുഗമമാകും. ഇതൊരു താലൂക്ക് ആശുപത്രിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു നഗരഹൃദയത്തിലെയൊക്കെ ഒരു വലിയ ആശുപത്രിയുടെ അതേ രൂപഭാവങ്ങൾ തന്നെയാണ്, അതേ രീതിയിലുള്ള ചികിത്സയും ഇവിടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. 5 ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യം പിന്നിട്ട ദിവസമാണ്. 6,547,000 പേരുമായിട്ടാണ് എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത്. അതിൽ 5,364,000 വീടുകൾ ഈ ദിവസം പൂർത്തിയായി കഴിഞ്ഞു. പുതുചരിത്രം സൃഷ്ടിച്ച സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 4.5 ലക്ഷം കുടുംബങ്ങളെയാണ് സർക്കാർ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയത്. ക്ഷേമ പെൻഷൻ 400 കൂട്ടി 2000 രൂപയാക്കി. 35 മുതൽ 60 വയസ്സുവരെയുള്ള സ്ത്രീകൾക്കും പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ആശമാരുടെ ഓണറേറിയം 1000 രൂപ കൂട്ടി. നെല്ലിന്റെയും റബ്ബറിന്റെയും താങ്ങുവില ഉയർത്തി. സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA വർദ്ധിപ്പിച്ചു. സിനിമാ ഡയലോഗ് പോലെ പറയേണ്ടി വരും, ഇനിയിപ്പോൾ പഴയ കൊച്ചിയല്ല എന്ന്. തീരദേശ ഹൈവേ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. മലയോര ഹൈവേ പദ്ധതിയുടെ 1ാം ഘട്ട പൂർത്തീകരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സംസ്ഥാനത്തിന്റെ തെക്ക് വടക്ക് ഭാഗങ്ങളെ മലയോര മേഖലയുമായി ബന്ധിപ്പിക്കുന്ന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ്. സംസ്ഥാനത്തെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ആരംഭിച്ച സർവകലാശാല മുഖ്യമന്ത്രി ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന് അഭിമാനമായി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യത്തിലേക്ക്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം ടെക്നോ സിറ്റിയിൽ പ്രവർത്തനം തുടങ്ങി. ഡിജിറ്റൽ കേരളത്തിന് കരുത്തേകാൻ സർക്കാരിന്റെ പദ്ധതിയായ K-ഫോൺ കുറഞ്ഞ ചെലവിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി എല്ലാ സ്ഥലത്തും എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കേരള ബാങ്ക് യാഥാർത്ഥ്യമായി. ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ബോസ്ട്രിംഗ് ആർച്ചുള്ള പാലം വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവാകുമെന്നാണ് പ്രതീക്ഷ. പെരുമ്പളം ദ്വീപിലെ 12,000-ഓളം ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി കിഫ്ബി ഫണ്ടിൽ നിന്ന് 106 കോടി രൂപ മുടക്കി നിർമ്മിച്ച പാലമാണ് നാടിന് സമർപ്പിക്കുന്നത്. കേരളത്തിൽ കായലിൽ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് ഇത്. 140 MLA മാരുടെയും മണ്ഡലങ്ങളിലേക്ക് കിഫ്ബിയുടെ പദ്ധതികൾ പോയിട്ടുണ്ട്.